നമ്മൾ ഈ ചാപ്റ്ററിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി മൂന്നാമത്തെ ഒരു തിയറിയും കൂടി ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് റിവീൽഡ് പ്രിഫറൻസ് തിയറിയെ കുറിച്ചിട്ടാണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ അസംഷൻസ്, റിവീൽഡ് പ്രിഫറൻസ് എന്താണ്, അതുപോലെ സ്ട്രോങ് ഓർഡറിങ് ആൻഡ് വീക്ക് ഓർഡറിങ്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി, ഡെറിവേഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് ഫ്രം revealed preference theory, then merits and criticisms of revealed preference theory. Okay, theory of revealed preference ആണ് നമ്മൾ പറയുന്നത്. തിയറി ഓഫ് റിവീൽഡ് പ്രിഫറൻസിനെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോൾ സാമുവൽസൺ ഇൻ 1938. പോൾ സാമുവൽസൺ എന്ന പറയുന്ന എക്കണോമിസ്റ്റാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി കൊണ്ടുവന്നത്. 1938 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദിസ് അപ്രോച്ച് തിയറി ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് സോൾലി ഓൺ ഒബ്സർവേഷൻസ് ഓഫ് ഹൗ കൺസ്യൂമേഴ്സ് റിയാക്ട് ടു ചേഞ്ചസ് ഇൻ പ്രൈസസ് ആൻഡ് ഇൻകം. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷൻസ് ബേസിലാണല്ലേ. ദിസ് അപ്രോച്ച് തിയറി ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് സോൾലി ഓൺ ഒബ്സർവേഷൻസ് ഓഫ് ഹൗ കൺസ്യൂമേഴ്സ് റിയാക്ട് ടു ചേഞ്ചസ് ഇൻ പ്രൈസസ് ആൻഡ് ഇൻകം. ഇൻകത്തിലും അതുപോലെ പ്രൈസിലും എന്തെങ്കിലും മാറ്റം വന്നാൽ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് ഈ തിയറി ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സിൻസ് സാമുവൽസൺസ് അനാലിസിസ് ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് മാർക്കറ്റ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് ഓൾസോ കോൾഡ് ദ ബിഹേവിയറിസ്റ്റിക് തിയറി ഓഫ് ഡിമാൻഡ്. സാമുവൽസന്റെ അനാലിസിസ് ഓഫ് ഡിമാൻഡ് ബേസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സിലാണ്. മാർക്കറ്റ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്, ഒബ്സർവ്ഡ് മാർക്കറ്റ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്. സോ ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് കോൾഡ് ദി ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റിക് തിയറി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. Revealed preference theory is free from any assumptions concerning cardinal or ordinal utility. ഇപ്പോൾ revealed preference തിയറിയിൽ കാർഡിനൽ or ഓർഡിനൽ യൂട്ടിലിറ്റിയിൽ വരുന്ന അസംഷൻസ് ഒക്കെ ഫ്രീ ആണ്. അതൊന്നും ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പോൾ സാമുവൽസൺ. ഏതാ ഇയർ? 1938. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് പ്രൈസിലും ഇൻകത്തിലും മാറ്റം വന്നാൽ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് പെരുമാറുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ബേസിലാണ് ഈ തിയറി അല്ലെങ്കിൽ ഈ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഏതാണ്? ബിഹേവിയറിസ്റ്റിക് തിയറി ഓഫ് ഡിമാൻഡ്. ഓക്കെ, സോ നമ്മൾ അസംഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ബിഹേവിയറലിസ്റ്റിക് അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് തിയറി ബേസ് ചെയ്തിരിക്കുന്ന അനുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് റേഷണാലിറ്റി. ദ കൺസ്യൂമർ ഈസ് റേഷണൽ. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി കൺസ്യൂമർ ഈസ് ദ മാക്സിമൈസേഷൻ ഓഫ് ഹിസ് യൂട്ടിലിറ്റി. Thus, a consumer prefers bundles of goods that include more quantities of the commodities. കൺസ്യൂമേഴ്സ് എന്തായിരിക്കണം? റേഷണൽ ആയിരിക്കണം. അതായത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് യൂട്ടിലിറ്റി ആണല്ലോ. അങ്ങനെ ആവുമ്പോൾ ഒരുപാട് കമ്മോഡിറ്റീസ് ഉള്ള, അതായത് മോർ ക്വാണ്ടിറ്റീസ് ഉള്ള ബണ്ടിൽസ് ഈ കൺസ്യൂമേഴ്സ് ചൂസ് ചെയ്യും, അവരുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട്. അതാണ് കൺസ്യൂമർ റേഷണൽ ആയിരിക്കണം എന്ന് പറയുന്നത്. Then second one is consistency in choice. If the consumer chooses bundle A over B in one period, he will not choose bundle B over A in another period if both bundles are available to him. അപ്പോൾ കൺസ്യൂമർക്ക് 2 ബണ്ടിൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എയും ബിയും. അങ്ങനെ ആവുമ്പോൾ ഒരു സമയത്ത് കൺസ്യൂമർ എ ആണ് ബിനേക്കാളും ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ വേറൊരു പീരീഡിൽ ബി ചൂസ് ചെയ്യൂല, എ തന്നെ ചൂസ് ചെയ്യുള്ളൂ. അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, സ്ഥിരമായിട്ട് നിൽക്കും. ഏതാണ് ചോയ്സ് എന്നുള്ളെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കും. ദെൻ മൂന്നാമത്തേത് ട്രാൻസിറ്റിവിറ്റി. ഇഫ് ബണ്ടിൽ എ ഈസ് റിവീൽഡ് പ്രിഫേർഡ് ടു ബി ആൻഡ് ബി ഈസ് റിവീൽഡ് പ്രിഫേർഡ് ടു സി, ദെൻ എ ഈസ് റിവീൽഡ് പ്രിഫേർഡ് ടു സി. 3 ബണ്ടിലുണ്ടെന്ന് കരുതുക, എയും ബിയും സിയും. ബിയിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് എ ആണെങ്കിൽ, അതേപോലെ ബിയും സി ആണെന്നുണ്ടെങ്കിൽ സിയിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ബിയും ആണെന്നുണ്ടെങ്കിൽ എ ഈസ് റിവീൽഡ് പ്രിഫേർഡ് ടു സി.
സിനേക്കാളും ഏത് പ്രിഫർ ചെയ്യും? എ പ്രിഫർ ചെയ്യും. അതായത് 3 ബണ്ടിലുണ്ടെങ്കിൽ എയും ബിയും സിയും എന്ന് പറയുന്ന 3 ബണ്ടിലുണ്ടെങ്കിൽ ബിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് എ ആയിരിക്കും. അതേപോലെ സിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ബിയും ആണെന്നുണ്ടെങ്കിൽ ദ കൺസ്യൂമർ പ്രിഫർ എ ഓവർ സി. ഓക്കെ. Then the fourth one is the consumer can be induced to purchase any bundle of goods if its price is made sufficiently attractive. കൺസ്യൂമർ ഏത് ബണ്ടിൽ ഓഫ് ഗുഡ്സ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യും ഇഫ് ഇറ്റ്സ് പ്രൈസ് ഇസ് മെയ്ഡ് സഫിഷ്യൻ്റ്ലി അട്രാക്റ്റീവ്. അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരിക്കണം. ദ കൺസ്യൂമർ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ടു പർച്ചേസ് എനി ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് ഇഫ് ഇറ്റ്സ് പ്രൈസ് ഇസ് മെയ്ഡ് സഫിഷ്യൻ്റ്ലി അട്രാക്റ്റീവ്. ഓക്കെ. Fifth assumption is the revealed preference axiom. എന്താണ്? ചോയ്സ് റിവീൽസ് ദി പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ പ്രിഫറൻസ് പുറത്ത് കാണിക്കുന്നത് റിവീൽ ചെയ്യുന്നത് എന്താണ്? ചോയ്സിലൂടെയാണ്. ദിസ് ആക്സിയം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ കൺസ്യൂമർ ബൈസ് ബണ്ടിൽ എ ഔട്ട് ഓഫ് ദി അവൈലബിൾ ബണ്ടിൽസ് എ ബി സി ആൻഡ് ഡി ദ കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ബണ്ടിൽ എ. അതായത് 4 ബണ്ടിലുണ്ട് എന്ന് കരുതുക, എ ബി സി ഡി എന്ന് പറയുന്ന ബണ്ടിൽസ്. അപ്പോൾ കൺസ്യൂമർ എ എന്നുള്ള ബണ്ടിലാണ് ഈ 4 ബണ്ടിലുകൾക്കിടയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദ കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ബണ്ടിൽ എ. കൺസ്യൂമർക്ക് ഏതാണ് കൂടുതൽ പ്രിഫർ ഉള്ളത് എന്ന് പുറത്തായി അല്ലേ, റിവീൽ ചെയ്തു. ദ കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ബണ്ടിൽ എ. ദ ചോസൺ ബണ്ടിൽ ഓഫ് ഗുഡ്സ് മാക്സിമൈസസ് ദ യൂട്ടിലിറ്റി ഓഫ് ദി കൺസ്യൂമർ. സെലക്ട് ചെയ്തിട്ടുള്ള ബണ്ടിൽ ഓഫ് ഗുഡ്സ് ഈ കൺസ്യൂമറുടെ യൂട്ടിലിറ്റി മാക്സിമത്തിലെത്തിക്കും. ഓക്കെ. റിവീൽഡ് പ്രിഫറൻസ് ആക്സിയം ഏതാണ്? ചോയ്സ് റിവീൽസ് ദി പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ. Then sixth one is the revealed preference relation is anti-symmetric. If combination A is revealed preferred to combination B, B cannot be revealed preferred to A. 2 കോമ്പിനേഷൻ ഉണ്ട് എന്ന് കരുതുക, എയും ബിയും. അങ്ങനെയാകുമ്പോൾ കോമ്പിനേഷൻ എ ആണ് ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ബി കനോട്ട് ബി റിവീൽഡ് പ്രിഫേർഡ് ടു എ. ബി എന്താവില്ല? ഇറ്റ് ഇസ് നോട്ട് റിവീൽഡ് പ്രിഫേർഡ് ടു എ. ദെൻ 7th വൺ ഈസ് ദ കൺസ്യൂമേഴ്സ് ടേസ്റ്റ് റിമെയിൻസ് ദി സെയിം. കൺസ്യൂമർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒരേപോലെ ആയിരിക്കും, സെയിം ആയി തന്നെ നിലനിൽക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ 7 അസംഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? Rationality, consistency in choice, transitivity. The consumer can be induced to purchase any bundle of goods if its price is made sufficiently attractive. The revealed preference axiom. Then the revealed preference relation is anti-symmetric. The consumer's taste remain the same. Okay. അപ്പോൾ ഇനി നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. Revealed preference theory is based on the hypothesis that choice reveals the preference of a consumer. Revealed preference theory ബേസ് ചെയ്തിരിക്കുന്ന അസംഷൻ എന്താണ്? ചോയ്സ് റിവീൽസ് ദി പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ പ്രിഫറൻസിനെ കാണിക്കുന്നത് അവരുടെ ചോയ്സ് ആണ്. എ കൺസ്യൂമർ വിൽ ഡിസൈഡ് to buy some particular basket of goods either because he likes more than another basket of goods or because it is cheap when compared with other basket of goods. ഒരു കൺസ്യൂമർ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിനെ സെലക്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? ആ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിനെ അവർക്ക് മറ്റ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മറ്റ് ബാസ്ക്കറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ അത് ചീപ്പാണ്. സപ്പോസ് ദാറ്റ് എ കൺസ്യൂമർ ബൈ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എ ഔട്ട് ഓഫ് ദി അവൈലബിൾ ബാസ്ക്കറ്റ് എ ബി സി ആൻഡ് ഡി. ഇപ്പോൾ എ ബി സി ആൻഡ് ഡി എന്ന് പറയുന്ന 4 ബാസ്ക്കറ്റുകളുണ്ട്. ആ ബാസ്ക്കറ്റുകളിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റ് കൺസ്യൂമർ സെലക്ട് ചെയ്തു. അത് മറ്റ് ബാസ്ക്കറ്റിനേക്കാളും കോസ്റ്റ്ലിയർ ആണെങ്കിൽ കൂടി അത് അവർ സെലക്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ബണ്ടിൽ എ. അപ്പോൾ അവിടെ എന്തുണ്ടായി? കൺസ്യൂമർ ബണ്ടിൽ എയോട് കുറച്ചും കൂടി താല്പര്യം ഉണ്ടല്ലോ, അതവിടെ കാണിച്ചു തന്നു അല്ലേ. എ ബി സി ഡി എന്ന് പറയുന്ന 4 ബണ്ടിൽസ് ഉണ്ട്, അതിൽ നിന്ന് എ സെലക്ട് ചെയ്തു, അത് കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണ്. അങ്ങനെ ആയിട്ട് കൂടി എ എന്നുള്ള ബണ്ടിൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ നമുക്ക് കാണിച്ചു തരുന്നത്? കൺസ്യൂമർ ഹാസ് റിവീൽഡ് ഹിസ് പ്രിഫറൻസ് ഫോർ ബണ്ടിൽ എ. Thus we can say that basket A is revealed to be preferred to other baskets or that others are revealed to be inferior to A. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? Basket A is revealed to be preferred to other baskets or that others are revealed to be inferior to A. Okay.
അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, ഈ ഫിഗർ തന്നിട്ടുണ്ടല്ലേ. ഈ ഫിഗറിൽ എന്താണ് പറയുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് ക്യാൻ ബി ക്ലാരിഫൈഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഫോളോയിങ് ഫിഗർ. ഇത് കമ്മോഡിറ്റി എക്സും കമ്മോഡിറ്റി വൈ എക്സ് ആക്സിലും വൈ ആക്സിലും കൊടുത്തിട്ടുണ്ട്. ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ദ പ്രൈസസ് ഓഫ് ദി ടു ഗുഡ്സ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ബൈ ദി പ്രൈസ് ലൈൻ പി എൽ. പി എൽ എന്താണ്? പി എൽ എന്ന് പറയുന്നത് ഒരു പ്രൈസ് ലൈനാണ്. സപ്പോസ് ദാറ്റ് ദ കൺസ്യൂമർ പർച്ചേസസ് കോമ്പിനേഷൻ എ. കോമ്പിനേഷൻ എ ആണ് പർച്ചേസ് ചെയ്തത് എന്ന് കരുതുക. എനി കോമ്പിനേഷൻ ഓൺ ദി പ്രൈസ് ലൈൻ കോസ്റ്റ് ദി സെയിം എമൗണ്ട് ആസ് കോമ്പിനേഷൻ എ. പി എൽ എന്ന് പറയുന്ന പ്രൈസ് ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അതിനൊക്കെ എന്താണ്? സെയിം എമൗണ്ട് ആണ് കൊടുക്കേണ്ടിയിരുന്നത് അല്ലേ? ഏതൊരു കോമ്പിനേഷൻ എടുത്താലും അതിനൊക്കെ സെയിം കോസ്റ്റ് തന്നെയാണ്. Every point below the budget line is revealed inferior to A because it represents a basket of goods that is less expensive than A. ഇതിലുള്ള പോയിന്റിന് താഴെ വരുന്ന ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് റിവീൽഡ് ഇൻഫീരിയർ ടു എ. ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ എ എന്നുള്ള പോയിന്റിന് ഇത് ഇൻഫീരിയർ ആണ്. ഈ ഒരു പോയിന്റിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ബി ആണ് വരികയാണെങ്കിൽ ആ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് inferior to A. It is revealed inferior to A because that is less expensive than A. A എന്ന് പറയുന്ന ഒരു എമൗണ്ടിൽ എ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് വാങ്ങാൻ കഴിയും കൺസ്യൂമർക്ക്. അപ്പോൾ ഇവർ എന്താ ഇത് സെലക്ട് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ എ. Any point lying above the budget line represents a basket of goods that is more expensive and cannot therefore be revealed inferior to A. ഇതിന് മുകളിലുള്ള ഏതൊരു പോയിന്റിൽ എനി പോയിന്റ് ലൈൻ എബോവ് ദ ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ് എ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ദാറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ആൻഡ് കനോട്ട് ദെർഫോർ ബി റിവീൽഡ് ഇൻഫീരിയർ ടു എ. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ടെന്ന് കരുതുക, സി. ആ പോയിന്റ് ബഡ്ജറ്റ് ലൈനിന് മുകളിലാണ് കിടക്കുന്നത് അല്ലേ? എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് മോർ എക്സ്പെൻസീവ് ആൻഡ് കനോട്ട് ദെർഫോർ ബി റിവീൽഡ് ഇൻഫീരിയർ ടു എ. അത് ഇൻഫീരിയർ ആണ് എന്ന് പറയാൻ പറ്റില്ല. If the consumer chooses A, it is revealed preferred to all other combinations. The revealed preference for a particular combination of goods implies the maximization of the utility of the consumer. കൺസ്യൂമർ എ എന്നുള്ളൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റ് കോമ്പിനേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഇറ്റ് ഈസ് റിവീൽഡ് പ്രിഫറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് റിവീൽഡ് പ്രിഫേർഡ് ടു ഓൾ അതർ കോമ്പിനേഷൻസ്. The revealed preference for a particular combination of goods implies the maximization of the utility of the consumer. അങ്ങനെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഓഫ് ഗുഡ്സിന് ഒരുപാട് പ്രിഫറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് ദി യൂട്ടിലിറ്റി ഓഫ് ദി കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ ഇത് വായിച്ചിട്ട് ഓരോന്നും പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഈ തിയറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കോൺസെപ്റ്റുകളുണ്ട്. സ്ട്രോങ് ഓർഡറിങ്ങും അതുപോലെ വീക്ക് ഓർഡറിങ്ങും കേട്ടോ. സ്ട്രോങ് ഓർഡറിങ് ആൻഡ് വീക്ക് ഓർഡറിങ്. എന്താണ് സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് വീക്ക് ഓർഡറിങ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എ സെറ്റ് ഓഫ് ഐറ്റം ഈസ് സ്ട്രോങ്ലി ഓർഡേർഡ് ഇഫ് ഈച്ച് ഐറ്റം ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ഇൻ ദാറ്റ് ഓർഡർ വിച്ച് ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ ഐറ്റം. എന്താണ് സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ, എ സെറ്റ് ഓഫ് ഐറ്റംസ് ഈസ് സ്ട്രോങ്ലി ഓർഡേർഡ്. ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് എപ്പോഴാണ് സ്ട്രോങ്ലി ഓർഡേർഡ് ആണെന്ന് പറയുന്നത്? ഇഫ് ഈച്ച് ഐറ്റംസ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ഇൻ ദാറ്റ് ഓർഡർ. ആ ഓർഡറിൽ ഓരോ ഐറ്റത്തിനും ഒരു ഡെഫിനിറ്റ് പ്ലേസ് ഉണ്ടായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. വിച്ച് ഈസ് നോട്ട് ഷെയർഡ് വിത്ത് എനി അതർ ഐറ്റംസ്. വേറെ ഏതെങ്കിലും ഒരു ഐറ്റംസ് ആയിട്ട് അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്ലേസ് അത് ഷെയർ ചെയ്യൂല. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ഐറ്റം ഈസ് സ്ട്രോങ്ലി ഓർഡേർഡ് ഇഫ് ഈച്ച് ഐറ്റം ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ഇൻ ദാറ്റ് ഓർഡർ. ഓരോ ഐറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകുന്നതാണ് സ്ട്രോങ് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്.
ഓൾ ദ ലെറ്റേഴ്സ് ഇൻ ദ ആൽഫബറ്റ് ആർ സ്ട്രോങ്ലി ഓർഡർ അല്ലേ, ആൽഫബറ്റിൽ വരുന്ന എല്ലാ ലെറ്റേഴ്സും എന്താണ്, സ്ട്രോങ് ഓർഡറിങ്ങിന് എക്സാമ്പിളാണ്. ഓരോ ആൽഫബറ്റിനും അല്ലേ, ഓരോ ലെറ്ററിനും എന്താണ് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ലെറ്ററിനും കഴിയില്ല. അപ്പോൾ അത് സ്ട്രോങ് ഓർഡറിന് എക്സാമ്പിളാണ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സ്ട്രോങ് ഓർഡറിങ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ബേസ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ഓർഡറിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൻ്റെ മേലിലാണ്. ബിക്കോസ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ ചോയ്സ് ഓഫ് എ കോമ്പിനേഷൻ റിവീൽസ് കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഫോർ ഇറ്റ് ഓവർ ഓൾ അതർ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓപ്പൺ ടു ഹിം. അപ്പോൾ ഈ ഒരു സ്ട്രോങ് ഓർഡറിങ് ആണ് റിവീൽഡ് പ്രിഫറൻസ് തിയറിൻ്റെ ബേസ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്, ദ ചോയ്സ് ഓഫ് എ കോമ്പിനേഷൻ റിവീൽസ് അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ ചോയ്സ് നമ്മൾ ചൂസ് ചെയ്താൽ അത് കാണിക്കുന്നത് എന്താണ്, കൺസ്യൂമേഴ്സ് പ്രിഫറൻസ് ഫോർ ഇറ്റ് ഓവർ ഓൾ അതർ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓപ്പൺ ടു ഹിം. അപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ള, അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മറ്റ് കോമ്പിനേഷൻസിനൊക്കെ മുകളിൽ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നതാണല്ലേ. റിവീൽഡ് പ്രിഫറൻസിൽ എന്താ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 ബണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ അവർ ചൂസ് ചെയ്യും. ഒരു ബണ്ടിൽ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മറ്റ് ബണ്ടിലിനേക്കാളും അപേക്ഷിച്ചിട്ട് കൂടുതൽ ഈ ഇൻഡിവിജ്വൽ പ്രിഫർ ചെയ്യുന്നതാണ് അല്ലേ, കൂടുതൽ ചോയ്സ് ഉള്ളത് അതിനാണ്. അപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറി സ്ട്രോങ് ഓർഡറിങ്ങിൻ്റെ ബേസിലാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ അത് മറ്റുള്ള കോമ്പിനേഷനേക്കാളും എത്രയോ മുകളിൽ നിൽക്കുന്നതാണ്. ഓക്കെ, ചോയ്സ് ക്യാൻ റിവീൽ പ്രിഫറൻസ് ഫോർ എ കോമ്പിനേഷൻ ഓൺലി ഇഫ് ഓൾ ദ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആർ സ്ട്രോങ്ലി ഓർഡർ. Choice can reveal preference for a combination only if all the alternative combinations are strongly ordered. അപ്പോൾ എല്ലാ കോമ്പിനേഷനും ഒരു സ്ട്രോങ് ഓർഡറിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ചോയ്സിന് റിവീൽ പ്രിഫറൻസ്, ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ റിവീൽ പ്രിഫറൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചോയ്സ് ക്യാൻ റിവീൽ പ്രിഫറൻസ് ഫോർ എ കോമ്പിനേഷൻ ഓൺലി ഇഫ് ഓൾ ദ ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ആർ സ്ട്രോങ്ലി ഓർഡർ. അപ്പോൾ സ്ട്രോങ് ഓർഡറിങ്ങിൻ്റെ ബേസിലാണ് ഏത് തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, മറ്റുള്ള ആൾട്ടർനേറ്റീവ് കോമ്പിനേഷനേക്കാളും അത് മുകളിലായിരിക്കും. ഓക്കെ, അതാണ് സ്ട്രോങ് ഓർഡറിങ് പറഞ്ഞാൽ. എന്താണ് വീക്ക് ഓർഡറിങ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. എ സെറ്റ് ഓഫ് ഐറ്റംസ് ഈസ് വീക്ക്ലി ഓർഡർഡ് ഇഫ് ദ ഐറ്റംസ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ബട്ട് നൺ ഓഫ് ദ ഐറ്റംസ് വിത്തിൻ എ ഗ്രൂപ്പ് ക്യാൻ ബി പുട്ട് എ ഹെഡ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് വീക്ക്ലി ഓർഡേർഡ് ആണെന്ന് പറയാം എപ്പോൾ, ഇഫ് ദ ഐറ്റംസ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഈ ഐറ്റംസിനെ ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ബട്ട് നൺ ഓഫ് ദി ഐറ്റംസ് വിത്തിൻ എ ഗ്രൂപ്പ് ക്യാൻ ബി പുട്ട് എ ഹെഡ് ഓഫ് അതേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഏതെങ്കിലും ഐറ്റത്തിനെ നമുക്ക് മറ്റതിനേക്കാളും ബെറ്റർ ആണെന്നോ അതിനേക്കാളും മുകളിൽ വെക്കാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ വീക്ക് ഓർഡറിങ് എന്ന് പറഞ്ഞാൽ ഐറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് തിരിക്കും. ആ ഗ്രൂപ്പിൽ വരുന്ന ഐറ്റത്തിനെ ഓരോന്നിൻ്റെ മുകളിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് വീക്ക് ഓർഡറിങ്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ വീക്ക് ഓർഡറിങ് ബിക്കോസ് ഓൾ ദ പോയിന്റ്സ് ഓൺ എ ഗിവൺ ഇൻഡിഫറൻസ് കർവ്സ് ആർ ഈക്വലി ഡിസൈറബിൾ ആൻഡ് ഹെൻസ് ഓക്യുപ്പൈ ദ സെയിം പ്ലേസ് ഇൻ ദി ഓർഡർ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ബേസ് ചെയ്തിരിക്കുന്നത് വീക്ക് ഓർഡറിങ്ങിലാണ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ വീക്ക് ഓർഡറിങ്. കാരണം എന്താണ്, ഓൾ ദ പോയിന്റ്സ് ഓൺ എ ഗിവൺ ഇൻഡിഫറൻസ് കർവ്സ് ആർ ഈക്വലി ഡിസൈറബിൾ ആൻഡ് ഹെൻസ് ഓക്യുപ്പൈ ദ സെയിം പ്ലേസ് ഇൻ ദാറ്റ് ഓർഡർ. ഇൻഡിഫറൻസ് കർവിൽ വരുന്ന എല്ലാ പോയിന്റ്സും ഒരേപോലെയാണ്, അതായത് അത് ആ ഓർഡറിൽ സെയിം പ്ലേസ്, എല്ലാ കോമ്പിനേഷനും സെയിം പ്ലേസ് തന്നെ ആയിരിക്കും. Okay, weak ordering implies that the consumer chooses a position and rejects others open to him. Weak ordering എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ ഏതെങ്കിലും ഒരു പൊസിഷനെ ചൂസ് ചെയ്യും, അത് മറ്റേനേക്കാളും മുകളിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ്, എല്ലാം ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പൺ ആയിട്ടുള്ള, അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റുള്ള കോമ്പിനേഷൻസൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോമ്പിനേഷന്
ചൂസ് ചെയ്യും. അത് ഒന്നിനേക്കാളും മുകളിലാണെന്ന് പറയാനും കഴിയില്ല. The rejected positions need not be inferior to the position actually chosen but may have been indifferent to it. അപ്പോൾ റിജക്റ്റ് ചെയ്തിട്ടുള്ള പൊസിഷന് മറ്റേ കോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ അത് അതിന് താഴെയാണെന്ന് പറയാൻ കഴിയില്ല. റിജക്റ്റ് ചെയ്തത് ഒരു ഇൻഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, ഒരു ഉദാസീനതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. Hence under weak ordering actual choice fails to reveal definite preference. അപ്പോൾ വീക്ക് ഓർഡറിങ്ങിൽ ആക്ച്വൽ ചോയ്സ് ഡെഫിനിറ്റ് പ്രിഫറൻസ് ഏതാണെന്ന് പറയാൻ കഴിയില്ല എന്നതാണ് വീക്ക് ഓർഡറിങ്ങിൽ. ഓക്കെ, so the difference between strong ordering and weak ordering is clear from the fact that the indifference curves themselves are strongly ordered whereas point zone and indifference curves are weakly ordered. അതായത് ഇൻഡിഫറൻസ് കർവ്സിനെ ഓരോന്നിനെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏതിന് എക്സാമ്പിളാണ്? സ്ട്രോങ് ഓർഡറിന് എങ്ങനെ എക്സാമ്പിളാണ് അല്ലേ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രോങ് ഓർഡറിങ് ആൻഡ് വീക്ക് ഓർഡറിങ് ഈസ് ക്ലിയർ ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇൻഡിഫറൻസ് കർവ്സ് ആർ ദംസെൽസ് ആർ സ്ട്രോങ്ലി ഓർഡേർഡ്. അപ്പോൾ ഓരോ ഇൻഡിഫറൻസ് കർവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓരോ പ്ലേസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹയർ ഇൻഡിഫറൻസ് കർവ് സെലക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഇൻഡിഫറൻസ് കർവിൽ വരുന്ന പോയിന്റ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻഡിഫറൻസ് കർവിൽ വരുന്ന കോമ്പിനേഷൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീക്ക്ലി ഓർഡേർഡ് ആയിരിക്കും. ഓക്കെ, ഇൻഡിഫറൻസ് കർവിന് ഓരോ ഇൻഡിഫറൻസ് കർവിനെ നോക്കുമ്പോൾ അത് സ്ട്രോങ്ലി ഓർഡേർഡിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. പക്ഷേ ഇൻഡിഫറൻസ് കർവിൽ വരുന്ന പോയിന്റ്സ് നോക്കുമ്പോൾ എന്ത് പറയാം? അത് വീക്ക്ലി ഓർഡേർഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ട്രോങ് ഓർഡറിങ് എന്താണെന്നും വീക്ക് ഓർഡറിങ് എന്താണെന്നും. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ തിയറി. കൺസംഷൻ തിയറിയുടെ അല്ലെങ്കിൽ ഡിമാൻഡ് തിയറത്തിൻ്റെ ബേസ് എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. So Paul Samuelson developed the fundamental theorem of consumption theory or the demand theorem without the notion of cardinal or ordinal utility. കാർഡിനൽ അല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നൊരു കൺസെപ്റ്റ് നോക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ കൺസംഷൻ തിയറി അല്ലെങ്കിൽ ഡിമാൻഡ് തിയറം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഡിമാൻഡ് തിയറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറുമ്പോൾ അതിന് ഇൻവേഴ്സ് ആയിട്ട് നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും മാറും. അപ്പോൾ സാമുവൽസൺ അദ്ദേഹത്തിൻ്റെ ഒരു തിയറത്തിൽ ഈ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിച്ചിട്ടുള്ളത് ഏത് കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്? ബൈ അസ്യൂമിങ് ദാറ്റ് ദി ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് പോസിറ്റീവ്. കമ്മോഡിറ്റിയുടെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സാമുവൽസൺ സ്റ്റേറ്റഡ് ഹിസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കൺസംഷൻ ആസ് ഫോളോസ്. Any good that is known always to decrease in demand when money income alone force must definitely expand in demand when its price alone force. ഏതെങ്കിലും ഒരു സാധനം any good that is known always to decrease in demand when money income alone force. മണി ഇൻകം കുറയുമ്പോൾ, അതായത് ഒരാളുടെ കയ്യിലുള്ള പൈസ കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യും. എപ്പോൾ? when its price alone force. അതിൻ്റെ വില മാത്രം കുറയുകയാണെങ്കിൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയുന്നു, വെൻ മണി ഇൻകം ഫോൾസ്. മണി ഇൻകം കുറയുമ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക എന്താണ്? പ്രൈസ് മാത്രം കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കണം കേട്ടോ. ഇതൊരു ഫണ്ടമെൻ്റൽ തിയറം, സാമുവൽസൺ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ തിയറമാണ് കൺസംഷൻ തിയറിയിൽ. ഓക്കെ, so the fundamental theorem of consumption can be explained with the help of the following diagram. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ കമ്മോഡിറ്റി എക്സും വൈ ആക്സിൽ കമ്മോഡിറ്റി വൈയും കൊടുത്തിട്ടുണ്ട്. ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് എൻറ്റയർ ഇൻകം ഓൺ 2 ഗുഡ്സ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഈ ഒരു 2 കമ്മോഡിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ ഫുൾ ഇൻകം ചിലവഴിക്കുന്നത് എക്സും വൈയും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എ ബി എന്ന് പറയുന്നതും ഇ എഫ് എന്ന് പറയുന്നതും അതുപോലെ എ സി എന്ന് പറയുന്നതൊക്കെ പ്രൈസ് ലൈനാണ് അല്ലേ, അല്ലെങ്കിൽ ബജറ്റ് ലൈനാണ്. എ ബി എന്ന് പറയുന്നതാണ് ഒറിജിനൽ പ്രൈസ് ലൈനായിട്ട് പറയുന്നത്. എ ബി എന്ന് പറയുന്നതാണ് ഒറിജിനൽ പ്രൈസ് ലൈൻ.
അതെന്താണ് കാണിക്കുന്നത്? ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസിനെ കാണിക്കാം അല്ലേ. ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന 2 കമ്മോഡിറ്റീസ് ഉണ്ടല്ലോ, എക്സും വൈയും. ആ എക്സും വൈൻ്റെ കോമ്പിനേഷനെ കാണിക്കുന്നതാണ് AB എന്ന് പറയുന്ന പ്രൈസ് ലൈൻ. So let us assume that the consumer reveals his preference for the combination represented by R. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, R എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. അപ്പോൾ AB എന്നുള്ള ഒരൊറ്റ ലൈനെ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അവിടെ ഒരു R എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? കൺസ്യൂമർക്ക് അതിനോട് കുറച്ചുകൂടി താല്പര്യമുണ്ട്. അതിൻ്റെ പ്രിഫറൻസ് അതിനോട് പുറത്താക്കിയിട്ടുണ്ട്. റിവീൽഡ് പ്രിഫറൻസ് ആണുള്ളത് ഏതിനോട്? R എന്ന പോയിന്റുമായിട്ട്. ഈ OAB എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ അല്ലേ. OAB എന്ന് പറയുന്നത് നമ്മൾ AB ആണ് ഒറിജിനൽ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞു. OAB എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വരുന്ന ഏതൊരു കോമ്പിനേഷനേക്കാളും അദ്ദേഹത്തിന് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത് അല്ലെങ്കിൽ റിവീൽഡ് പ്രിഫറൻസ് ഉള്ളത് ഏതിനോടാണ്? R എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന കോമ്പിനേഷനോടാണ്. ഇഫ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ് ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ്സ് ടു AC. ഇനി എക്സിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ലൈൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ACയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, AB എന്ന് പറയുന്ന പ്രൈസ് ലൈന് പിന്നെ ACയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എക്സിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ AB എന്ന് പറയുന്ന പ്രൈസ് ലൈന് ACയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. കൂടുതൽ എക്സ് വാങ്ങാൻ കഴിയുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് എക്സിൻ്റെ കൺസപ്ഷൻ കൂടുമ്പോൾ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. പ്രൈസ് കുറയുമ്പോൾ ഷിഫ്റ്റ് ചെയ്തു. So the theorem to be proved is that the consumer will buy more of X due to the fall in price. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ, അതായത് എക്സിൻ്റെ പ്രൈസ് കുറഞ്ഞപ്പോൾ അത് കൂടുതൽ വാങ്ങി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, so in order to compensate the consumer for the gain in his real income as a result of a fall in the price of X, the money income of the consumer is reduced by an amount just sufficient to maintain his real income constant. ഇപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതായത് പ്രൈസ് ഓഫ് എക്സ് കുറഞ്ഞപ്പോൾ ഒരു കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു എബിലിറ്റി, അതായത് റിയൽ ഇൻകം എന്ത് ചെയ്തു? കൂടി അല്ലേ. അതിലൊരു വർധനവ് ഉണ്ടായല്ലോ. പ്രൈസ് കുറഞ്ഞപ്പോൾ അവർക്ക് ഇനിയും വാങ്ങാൻ കഴിയും അല്ലേ. ആ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വാങ്ങാൻ കഴിയും. അതുകൊണ്ട് തന്നെ റിയൽ ഇൻകം വർദ്ധിച്ചു എന്ന് പറയാം. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി ഇൻകം എന്ത് ചെയ്തു? അത്രയും എമൗണ്ടാണ് കുറക്കണം. മണി ഇൻകം ഈസ് റെഡ്യൂസ്ഡ് ബൈ ആൻ എമൗണ്ട് ജസ്റ്റ് സഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ഹിസ് റിയൽ ഇൻകം കോൺസ്റ്റൻറ്റ്. അപ്പോൾ റിയൽ ഇൻകം കോൺസ്റ്റൻ്റായി നിലനിർത്താൻ വേണ്ടിയിട്ട് മണി ഇൻകം ആ ഒരു വർധനവുള്ള എമൗണ്ടിൽ കുറവ് വരുത്തണം. അതാണ് ഈ ഒരു പാരലൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. AC എന്ന് പറയുന്നതിൽ നിന്ന് EF എന്ന് പറയുന്ന ഒരു ഇങ്ങോട്ട് മാറിയല്ലോ. AC EFലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദിസ് ഈസ് ഷോൺ ബൈ ദി പാരലൽ ഷിഫ്റ്റ് ഇൻ ദി പ്രൈസ് ലൈൻ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബൈ ദി ലൈൻ EF വിച്ച് പാസസ് ത്രൂ R. അപ്പോൾ ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്നത് R എന്ന് പറയുന്ന പോയിന്റിലൂടെയാണ്. ഇപ്പോൾ റിയൽ ഇൻകത്തിൽ വരുന്ന ഗെയിന് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മണി ഇൻകത്തിൽ കുറവ് വരുത്തിക്കൊണ്ടാണ്. റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് മണി ഇൻകത്തിൽ കുറവ് വരുത്തുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് നടത്തിയാണ്ട് EF എന്ന് പറയുന്നത് പ്രൈസ് ലൈൻ കിട്ടി. അത് ആറിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ഷിഫ്റ്റ് നടത്തി, അതായത് മാറ്റം വന്നാലും R എന്നൊരു പോയിന്റ് അല്ലെങ്കിൽ ആറിൽ വരുന്ന കോമ്പിനേഷൻ ആർക്ക് അവൈലബിൾ ആണ്? ഈ കൺസ്യൂമർക്ക് അവൈലബിൾ ആണ് അല്ലേ. ഈ R എന്ന് പറയുന്ന പോയിന്റ് EFലും ഉണ്ട്, അതുപോലെ ABയിലും ഉണ്ട് അല്ലേ. EF ആണ് പുതിയതായിട്ട് വന്ന പാരലൽ ഷിഫ്റ്റ് വന്ന പ്രൈസ് ലൈന്, അതിലും R ഉണ്ട്. അതുകൊണ്ട് തന്നെ R എന്ന് പറയുന്ന പോയിന്റ് കൺസ്യൂമർക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഇനി ഇതിൽ വരുന്ന ആറിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ, ആദ്യം ഉണ്ടായിരുന്ന ER, അതിലുള്ള ഏതൊരു ബണ്ടിലും ഇവർ ചൂസ് ചെയ്യില്ല, കാരണം അത് ഇൻഫീരിയർ ആണ്. അതായത് EF എന്ന് പറയുന്ന പുതിയ പ്രൈസ് ലൈൻ വന്നാൽ ER എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഏതൊരു കോമ്പിനേഷനും ഇവർ സെലക്ട് ചെയ്യില്ല, കാരണം അത് ഇൻഫീരിയർ ആണ്. ഓക്കെ, R ചൂസ് ചെയ്താൽ ER എന്ന് വരുന്ന സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും അത് R എന്നുള്ള പോയിൻറ്റിന് ഇൻഫീരിയർ ആയിട്ടാണ് വരുന്നത്. Hence the consumer will either choose combination R or a combination on segment RF such as W which includes a larger quantity of X. അതിന് പകരം ERന് പകരം പുതിയ ERന് പകരം RF എന്ന് പറയുന്ന ഇതിൽ വരുന്ന, അതായത് RFൽ വരുന്ന
ഏതൊരു RF എന്നുള്ള സെഗ്മെൻറ്റിൽ വരുന്ന ഏതൊരു പോയിൻറ്സുമാണ്, ഏതൊരു പോയിൻറ്റും ആരെ ചൂസ് ചെയ്യും? കൺസ്യൂമർ ചൂസ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ് W ആണല്ലോ. ഈ W ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ X അവർക്ക് വാങ്ങാൻ കഴിയും. 6 ആകുമ്പോൾ X1 അല്ലേ വാങ്ങാൻ കഴിയുന്നുള്ളൂ. W ആകുമ്പോൾ X2 എമൗണ്ട് വാങ്ങാൻ കഴിയും. ഓക്കെ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ കഴിയും. അതായിരിക്കും അവർ ചൂസ് ചെയ്യുക. So thus with a fall in the price of X, the consumer buys more of X. അപ്പോൾ പ്രൈസ് ഓഫ് X കുറഞ്ഞാൽ കൺസ്യൂമർ കൂടുതൽ X വാങ്ങുന്നു. അത് വാങ്ങാൻ കഴിയും, കൂടുതൽ X വാങ്ങുകയും ചെയ്യും. ഇപ്പോൾ മണി ഇൻകത്തിൽ നമ്മൾ റിഡക്ഷൻ നടത്തിയിട്ടാണ് EF എന്ന് പറയുന്ന ഒരു പ്രൈസ് ലൈൻ വന്നത് അല്ലേ. അപ്പം മണി ഇൻകം റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഈ റെഡ്യൂസ് ചെയ്തത് കൺസ്യൂമർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ബജറ്റ് ലൈൻ, ആദ്യം ഉണ്ടായിരുന്നത് ബജറ്റ് ലൈൻ ഏതായിരുന്നു? AC ആയിരുന്നു അല്ലേ. അതിലേക്ക് തന്നെ ആവും, ഷിഫ്റ്റ് ചെയ്യും. വീണ്ടും അതിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ N, ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൺസ്യൂമർ ചൂസ് ചെയ്യുക. ഓക്കെ. അതായത് മണി ഇൻകം, റിയൽ ഇൻകം കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് മണി ഇൻകം കുറച്ചു എന്ന് പറഞ്ഞു. അത് കൺസ്യൂമർക്ക് തന്നെ റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻകം വർദ്ധിച്ചല്ലോ. അതാണ് AC എന്ന് പറയുന്ന പാരലൽ ഷിഫ്റ്റ് ഇങ്ങോട്ട് തന്നെ ആയി, ഇവിടേക്ക് തന്നെ ആയി. അപ്പോൾ N എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും കൺസ്യൂമർ ചൂസ് ചെയ്യുക. ആ കൺസ്യൂമർ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് X3 എന്ന് പറയുന്ന എമൗണ്ടിൽ X വാങ്ങാൻ കഴിയും. അപ്പോഴും എന്ത് ചെയ്തു? X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ആദ്യം X1 പിന്നെ X2 പിന്നെ X3 ആയിട്ട് മാറി. സോ അങ്ങനെ വരുമ്പോൾ X എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോൾ നമ്മുടെ വാങ്ങുന്ന എമൗണ്ടും കൂടിയില്ലേ. OX1 നിന്ന് OX2 ആയി, OX3 ഒക്കെ ആയി. അപ്പോൾ അവിടെ നമ്മൾ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കണ്ടു. അതാണ് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോട്ട്സ് എഴുതുമ്പോൾ ഈ എക്സ്പ്ലനേഷൻസ് ഒക്കെ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. എക്സ്പ്ലനേഷൻ ഡയഗ്രം വരച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ എഴുതുക. ലാസ്റ്റ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഡെറിവേഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ്. അതായത് റിവീൽഡ് പ്രിഫറൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. അതൊരു ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. അതിന് അപ്പർ പാർട്ടും ഉണ്ട്, അതേപോലെ ലോവർ പാർട്ടും ഉണ്ട്. അപ്പർ പാർട്ടിൽ X ആക്സിൽ കമ്മോഡിറ്റി Xും Y ആക്സിൽ മണി ഇൻകം ആണ് കൊടുത്തിട്ടുള്ളത്. ലോവർ പാർട്ടിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും. ഓക്കെ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ലെറ്റ് us assume that the budget line of the consumer is AB and he chooses the bundle of goods denoted by point R. ബജറ്റ് ലൈൻ ഏതായിരുന്നു? കൺസ്യൂമറുടെ ഒറിജിനൽ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് AB ആണ്. പോയിന്റ് R ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ പോയിന്റിൽ വരുന്ന കോമ്പിനേഷനാണ് ഈ ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ AB എന്ന് പറയുന്നതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവില്ലേ, ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാവും. അതെല്ലാം ഒരേപോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. അതിൽ ചൂസ് ചെയ്യുന്നത് R ആണ്. അപ്പോൾ മറ്റുള്ള കോമ്പിനേഷൻ ഈ R എന്ന പോയിന്റിന് ഇൻഫീരിയർ ആണെന്ന് പറയാം. ഇറ്റ് ഈസ് റിവീൽഡ് ടു ബി ഇൻഫീരിയർ ടു പോയിന്റ് R എന്നുള്ള പോയിന്റിൽ കമ്മോഡിറ്റി X കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്നത് OX1 എമൗണ്ട് ആണ്. അതിന് വരുന്ന മണി ഇൻകം OM ആണ് അല്ലേ. R എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ കാണിക്കുന്നത് OX1 ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി Xും OM മണി ഇൻകം.
ഇപ്പോൾ കൺസ്യൂമർ OX1 ആണ് വാങ്ങുന്നതെങ്കിൽ OX1 എമൗണ്ട് X വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് MA ആയിരിക്കും. MA എന്ന് പറയുന്നതാണ് ഇവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ, OX1 വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമറുടെ കൺസ്യൂമർ ചിലവാക്കുന്ന അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? MA ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൈസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ, ഏതുമായിട്ട്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ MA ബൈ ദി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ബോട്ട്. നമുക്ക് പ്രൈസ് കണ്ടെത്തണമല്ലോ, ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്തുക? MA എന്ന് പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെ എത്രയാണ് ക്വാണ്ടിറ്റി വാങ്ങിയത് എന്നുമായിട്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പ്രൈസ് കിട്ടുക അല്ലേ? ദാറ്റ്സ് ദ പ്രൈസ് അറ്റ് വിച്ച് ക്വാണ്ടിറ്റി OX1 ഈസ് ബോട്ട് ഈസ് P1. അപ്പോൾ നമ്മൾ MA ഡിവൈഡഡ് ബൈ OX1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൈസ് താഴെ ലോവർ പാർട്ടിൽ വരുന്ന ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? P1 ആണ്. MA ഡിവൈഡ് ബൈ OX1 ആണെങ്കിൽ നമുക്ക് P1 എന്ന് പറയുന്ന ഒരു പ്രൈസ് കിട്ടി. ഓക്കെ, അപ്പോൾ E എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടിയല്ലോ. E എന്ന് പറയുന്ന ഒരു പോയിന്റ്, E എന്ന് പറയുന്ന പോയിന്റിൽ കാണിക്കുന്നത് പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷനാണ്. E എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത് പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ R എന്നുള്ള പോയിന്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എക്സ് വാങ്ങാൻ കഴിയും? OX1 എമൗണ്ട് ഓഫ് എക്സ്. MA എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. MA എന്ന് പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ കമ്മോഡിറ്റി എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ കിട്ടുക? പ്രൈസ് കിട്ടും. പ്രൈസ് ലോവർ പാർട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് E എന്ന് പറയുന്നൊരു പോയിന്റ് കിട്ടും. E എന്ന് പറയുന്ന പോയിന്റ് കാണിക്കുന്നത് എന്താണ്? പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾ സോ ദാറ്റ് ദ ന്യൂ ബഡ്ജറ്റ് ലൈൻ ഫേസിങ് ദ കൺസ്യൂമർ ഈസ് AC. കമ്മോഡിറ്റി എക്സിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ബഡ്ജറ്റ് ലൈൻ വന്നു അല്ലേ? ഏതാണ്? AC എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ വന്നു. അപ്പോൾ ആറിൽ നിന്ന് S എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആറിൽ നിന്ന് S എന്ന പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ OX1ൽ നിന്ന് OX2 എന്ന് പറയുന്ന കമ്മോഡിറ്റി എക്സ് വാങ്ങാൻ കഴിയുമല്ലോ അല്ലേ? ഇത് നേരെ താഴേക്ക് വരച്ചാൽ X2 എന്ന് പറയുന്ന അത്രയും കമ്മോഡിറ്റി എക്സ് വാങ്ങാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് ഇൻക്രീസ് ചെയ്തു. ഇനി എന്താണ് പ്രൈസ് കുറയുന്ന ഒരു രീതി കൂടി നമുക്കിത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും കേട്ടോ. പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് നമുക്ക് പറയണ്ടേ? അതും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. So, if the consumer reveals its preference for combination S, it includes a larger quantity of X and total expenditure remains constant at MA. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റിനായിരിക്കും അല്ലേ? കയ്യിലുള്ള ഇൻകം വെച്ചുകൊണ്ടാണല്ലോ അവർ വാങ്ങുന്നത്. അപ്പോൾ പ്രൈസ് കുറയുമ്പോൾ കമ്മോഡിറ്റി എക്സ് കൂടുതലാണ്. കമ്മോഡിറ്റി എക്സ് കൂടുതൽ വാങ്ങാൻ കഴിയും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അടുത്ത പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ്. അപ്പോൾ MA ഡിവൈഡഡ് ബൈ OX2. MA ഡിവൈഡഡ് ബൈ OX2. അപ്പോൾ MA ഡിവൈഡഡ് ബൈ OX1നേക്കാളും ചെറുതായിരിക്കും എന്ത്? MA ഡിവൈഡഡ് ബൈ OX2. അതാണ് നെക്സ്റ്റ് പ്രൈസിൽ കാണിക്കുന്നത് P2, അതായത് F എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ? അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത്. വീണ്ടും പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മോഡിറ്റി എക്സ് വീണ്ടും പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു. കമ്മോഡിറ്റി എക്സ് കൂടുതൽ വാങ്ങാൻ കഴിയും. ആ ഒരു പോയിന്റാണ് T കാണിച്ചിട്ടുള്ളത്. Tയിൽ നിന്ന് നേരെ താഴത്തേക്ക് വരച്ചാൽ X3 എന്ന് കിട്ടി. അപ്പോൾ കമ്മോഡിറ്റി എക്സ് ഇത്രയും വാങ്ങാൻ കഴിയും അല്ലേ? അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താണ്? MA തന്നെയാണ്. MA ഡിവൈഡഡ് ബൈ OX3 എന്ന് പറയുന്നത് ഈ P2വിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഒരു പുതിയൊരു പോയിന്റ് കിട്ടിയല്ലോ G. അപ്പോൾ EFG എന്ന് പറയുന്ന പോയിന്റ്സ് നമുക്ക് കിട്ടി അല്ലേ? അത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടും നമുക്ക്. അതാണ് എന്ത്?
ഡിമാൻഡ് കർവ്. അപ്പോൾ EFG എന്ന് പറയുന്ന ഓരോ പോയിന്റ്സും ഉണ്ടല്ലേ, ആ പോയിന്റ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രൈസിൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെയും കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷൻ എല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ. So the demand curve shows how the quantities of commodity X purchased would increase as the price of it falls. കമ്മോഡിറ്റി എക്സിൻ്റെ പർച്ചേസ് അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ കൂടുന്നത് ഈ ഒരു ഡിമാൻഡ് കർവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അതായത് മറ്റ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസും അതേപോലെ മണി ഇങ്കും കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് ആ വാങ്ങുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞിരുന്നാൽ എങ്ങനെയാണ് അതിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ റിവീൽഡ് പ്രിഫറൻസ് തിയറിയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെറിറ്റ്സ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. The first one is the revealed preference theory is considered as a major breakthrough in the theory of demand because it established the law of demand directly based on observed consumer behavior in the market. Revealed preference theory existing ആയിട്ടുള്ള തിയറി ഓഫ് ഡിമാൻഡിൻ്റെ ഒരു ബ്രേക്ക് തന്നെയായിരുന്നു. എന്താണ്? ലോ ഓഫ് ഡിമാൻഡ് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. മാർക്കറ്റിലെ കൺസ്യൂമർ ബിഹേവിയർ നോക്കിക്കാണ്ട് എന്ത് ചെയ്തു? ലോ ഓഫ് ഡിമാൻഡിനെ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലൂടെ സാധിച്ചിട്ടുണ്ട്. The theory does not use indifference curves and their restrictive assumptions in establishing the law of demand. ഇൻഡിഫറൻസ് കർവ് ടെക്നിക്സ് ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ റിവീൽഡ് പ്രിഫറൻസ് തിയറി മോർ റിയലിസ്റ്റിക് ആണെന്ന് പറയാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി ലോ ഓഫ് ഡിമാൻഡ് ഡയറക്ട്ലി ബേസ്ഡ് ഓൺ ഒബ്സർവ്ഡ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ ദി മാർക്കറ്റ്. ഓക്കെ. The second one is the Hicks and Allen approach is based on the axiomatic assumption of the existence and convexity of the indifference curve. ഇൻഡിഫറൻസ് കർവിൻ്റെ കോൺവെക്സിറ്റിയിലും അതുപോലെ അതിൻ്റെ എക്സിസ്റ്റൻസിനൊക്കെ ഒരുപാട് അസംഷൻസ് ഹിക്സ് ആൻഡ് അലൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റിവീൽഡ് പ്രിഫറൻസ് തിയറി എസ്റ്റാബ്ലിഷ്ഡ് ദി എക്സിസ്റ്റൻസ് ആൻഡ് കോൺവെക്സിറ്റി ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. ഓക്കെ. ഇനി മൂന്നാമത്തേത് the indifference curve is based on the maximization principle. ഇൻഡിഫറൻസ് കർവ് ബേസ് ചെയ്തിരിക്കുന്നത് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിളിലാണ്. മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ. സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഈസ് ഫ്രീ ഫ്രം ദിസ് പ്രിൻസിപ്പിൾ ആൻഡ് യൂസസ് ദ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ടു ഡിറൈവ് ദി ഡിമാൻഡ് തിയറം. ഇൻഡിഫറൻസ് കർവ് ബേസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? മാക്സിമൈസേഷൻ പ്രിൻസിപ്പിളാണ്. പക്ഷെ സാമുവൽസൺ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളാണ് ഇൻ ഓർഡർ ടു ഡിറൈവ് ദി ഡിമാൻഡ് തിയറം. Okay. Then the fourth one is Hicks analysis is based on the assumption of continuity. ഹിക്സിൻ്റെ അനാലിസിസ് ബേസ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു അസംഷനിലാണ്. ഇൻഡിഫറൻസ് കർവ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ഹാവ് എനി കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സ്. ഇൻഡിഫറൻസ് കർവ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? കൺസ്യൂമർക്ക് ഏത് കോമ്പിനേഷനും അല്ലേ, രണ്ട് കമ്മോഡിറ്റിയുടെ ഏത് കോമ്പിനേഷനും പർച്ചേസ് ചെയ്യാം. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അസ്യൂം കണ്ടിന്യൂറ്റി. റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, അത് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അസംഷൻസ് ഇല്ല. ഓക്കെ. The fifth one is it has also provided the base for the construction of cost of living index numbers and their use for judging changes in consumer welfare in situations where price changes. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫോർ ജഡ്ജിങ് ചേഞ്ചസ് ഇൻ കൺസ്യൂമർ വെൽഫെയർ ഇൻ സിറ്റുവേഷൻ പ്രൈസ് ചേഞ്ച്. പ്രൈസ് ചേഞ്ച് ചെയ്താൽ കൺസ്യൂമറുടെ വെൽഫെയറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. അത് കൺസ്ട്രക്ട് ചെയ്യാനും റിവീൽഡ് പ്രിഫറൻസ് തിയറി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രത്തോളമാണ് മെറിറ്റ്സ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓവർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. Okay.
So next we move on to criticisms of revealed preference theory. ഇതിൻ്റെ limitations എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. The first one, according to Armstrong, the revealed preference theory ignores the possibility of indifference in the behavior of the consumer. അപ്പോൾ കൺസ്യൂമറുടെ സ്വഭാവത്തിൽ വരുന്ന ഇൻഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു പോസിബിലിറ്റിയെ കുറിച്ചിട്ട് റിവീൽഡ് പ്രിഫറൻസിൽ പറയുന്നില്ല. Okay, revealed preference theory ignores the possibility of indifference in the behavior of the consumer. Then second one is, the theory is based upon the behavior of the consumer to changes in price level. ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് കൺസ്യൂമറുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റത്തിലെ കൺസ്യൂമറുടെ ബിഹേവിയറിൻ്റെ മേലിലാണ്. അത് പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ കൺസ്യൂമറുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് ഈ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ മറ്റ് ഫാക്ടേഴ്സിനെ ഒന്നും ഈ ഒരു തിയറിയിൽ പറയുന്നില്ല. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് കേട്ടോ. തിയറി ഈസ് ബേസ്ഡ് അപ്പോൺ ദി ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ, ബട്ട് ആക്ച്വലി ദ ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ അതർ ഫാക്ടേഴ്സ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഹാസ് completely ruled out the impact of such factors. Then മൂന്നാമത്തേത്, revealed preference theory is based on the postulate that the income elasticity of demand for a commodity is positive. Revealed preference theory ബേസ് ചെയ്തിരിക്കുന്നത് income elasticity of demand for a commodity is positive എന്ന് പറയുന്ന ഒരു അസംഷനിലാണല്ലോ. പക്ഷേ the theory does not explain Giffen's paradox because the phenomenon is related to negative income elasticity of demand. അപ്പോൾ ഗിഫൻ പാരഡോക്സിനെ പറ്റിയിട്ടൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഗിഫൻ പാരഡോക്സിൽ പറയുന്നത്. അത് ഈ ഒരു തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ നാലാമത്തേത്, the chance for correcting a mistake in choice is not given to the consumer in the revealed preference theory because of the anti-symmetric relation involved in choice. Thus, the theory is not fully based on real-world consumer behavior. ഇപ്പോൾ റിവീൽഡ് പ്രിഫറൻസ് തിയറിയിൽ ഒരു കൺസ്യൂമർക്ക് മിസ്റ്റേക്ക് തിരുത്താനുള്ള ഒരു ചാൻസ് കൊടുത്തിട്ടില്ല. ദ ചാൻസ് ഫോർ കറക്റ്റിംഗ് എ മിസ്റ്റേക്ക് ഇൻ ചോയ്സ് ഇസ് നോട്ട് ഗിവൺ ടു ദ കൺസ്യൂമർ ഇൻ റിവീൽഡ് പ്രിഫറൻസ് തിയറി. Okay, then fifth one is, objection has also been raised against the axiom choice reveals preference. The axiom is not applicable in situations of consumer choice where uncertainty and risk are involved. അപ്പോൾ നമ്മളിതിൽ പറയുന്ന ഒരു ആക്സിയം ഉണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു? ചോയ്സ് റിവീൽ പ്രിഫറൻസ്. ഓരോ കൺസ്യൂമറുടെയും ചോയ്സ് ആണ് അവരുടെ പ്രിഫറൻസിനെ പുറത്ത് കാണിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ആക്സിയം ചില സിറ്റുവേഷൻസിൽ ആപ്ലിക്കബിൾ അല്ല എന്നാണ്. അതായത് അൺസർട്ടനിറ്റി റിസ്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ചോയ്സാണ് പ്രിഫറൻസിനെ കാണിക്കുന്നത് എന്നുള്ളൊരു ആക്സിയം നിലനിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം ക്രിറ്റിസിസം ഉള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലൊക്കെ പറയുന്ന പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി, ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഇതിൽ ഫുൾ എക്സ്പ്ലനേഷൻ ഒന്നും ആണെന്നൊന്നുമില്ല. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? റിവീൽഡ് പ്രിഫറൻസ് തിയറി ആണല്ലേ. റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്താണെന്ന് പറഞ്ഞു, അസംഷൻ പറഞ്ഞു, അതിൻ്റെ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തു, പിന്നെ ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം റിവീൽഡ് പ്രിഫറൻസ് തിയറി, വീക്ക് ഓർഡറിങ്, സ്ട്രോങ് ഓർഡറിങ്, നമ്മൾ മെറിറ്റ്സ് അല്ലേ, മെറിറ്റ്സ് ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി, അതുപോലെ ക്രിറ്റിസിസം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.